കോഴിക്കോട് താമരശ്ശേരിയിൽ ഡോക്ടറെ ആക്രമിച്ച കേസിൽ പ്രതി സനൂപിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. ഇതിനായി താമരശ്ശേരി കോടതിയിൽ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. ചികിത്സയിലുള്ള ഡോക്ടർ വിപിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. റിമാൻഡിൽ കഴിയുന്ന പ്രതി സനൂപിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ആയുധവുമായി പ്രതി മക്കൾക്കൊപ്പം ആശുപത്രിയിലെത്തുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരെ താമരശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് നിയമിച്ചതെന്ന് CPIM ഏരിയ സെക്രട്ടറി K. ബാബു പറഞ്ഞു. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഡോക്ടർമാർ തന്നെ പറയുന്നത് ഇത്തരം ചില സംഭവങ്ങൾ ഇടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് പരിശോധിക്കുമ്പോൾ സർക്കാർ ഇറങ്ങിയ നോംസിന് വിരുദ്ധമായ രൂപത്തേക്ക് ചില പ്രവൃത്തി ഇവിടെ നടക്കുന്നുണ്ട്. മിലിറ്ററിയിലുള്ള ആളുകളെയാണ് സാധാരണ നിലയിൽ ഇത്തരം മേഖലക്കകത്ത് സ്വകാര്യ മേഖല പോലും സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്നത്. ഇവിടെ ആ തീരുമാനത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇവിടെ അവർക്ക് താല്പര്യമുള്ള ചില കക്ഷികളെ വെക്കുന്ന നിലപാടാണ് ഇവിടുത്തെ HMC ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ എടുത്തിട്ടുള്ളത്. ബുധനാഴ്ച ഉച്ചയോടെയാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിപിനെതിരെ ആക്രമണം ഉണ്ടായത്. മൂർച്ചയേറിയ കൊടുവാൾ ഉപയോഗിച്ചാണ് സനൂപ് ഡോക്ടറുടെ തലയ്ക്ക് വെട്ടിയത്. ഗുരുതരമായി പരിക്കേറ്റ ഡോക്ടർ വിപിൻ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.